കൂട്ടുകാരെ, നമുക്കിന്ന് ഓൾസ് കൊണ്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് ഓൾസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നമുക്കിനി മീഡിയം തീ വെച്ചിട്ട് 2 മിനിറ്റ് വറുത്തെടുക്കാം. ഇത് തടി കുറയ്ക്കാനുള്ളവർക്കും ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് നല്ല സാധനമാണ്. പിന്നെ ഇത് എല്ലാവരും കഞ്ഞി പോലെ ഉണ്ടാക്കി കുടിക്കുക ചെയ്യുക ഓൾസ്. അപ്പോൾ ഒരുമാതിരി ഒരു വഴുവഴുപ്പ് പോലെ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഇത് ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അങ്ങനെ വഴുവഴുപ്പൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല പഞ്ഞ് പോലെ നല്ല സോഫ്റ്റായിരിക്കുന്ന ഇഡ്ഡലി ആവും. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് വറുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായി നല്ല ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്കിതിലേക്ക് റവ ഇട്ടിട്ട് ഒരു ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ ഇറക്കി വെക്കാം. ഞാനിവിടെ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ റവ നമ്മൾ വീട്ടിൽ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ വാങ്ങുന്ന റവയാണ്. ഈ റവയാകുമ്പോൾ വറുത്തെടുക്കണം. പിന്നെ ഇഡ്ഡലി റവ പറഞ്ഞിട്ടൊരു റവ കിട്ടും. ആ റവ വാങ്ങുകയാണെങ്കിൽ അത് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് വറുക്കാതെ തന്നെ അത് ഓൾസിൻ്റെ കൂടെ ഇട്ടാൽ മതി. ഇപ്പം നമ്മുടെ റവയെ ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്കിനി എടുക്കാം. ഇപ്പം നമ്മുടെ റവയുടെയും ഓൾസിൻ്റെയും ചൂടൊന്ന് ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. നമുക്കിനി ജാറിലേക്ക് കൊട്ടി കൊടുക്കാം. ഇതൊന്ന് തരിതരിയനെ പൊടിപ്പിച്ച് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ ഒന്ന് തരിതരിയനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നല്ല പൊടിക്കരുത്. നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. നമുക്കിനി ഇതേപോലെ തന്നെ റവയും ഒന്ന് ഒരു കറക്കി പൊടിച്ചെടുക്കാം. അതേപോലെ നമ്മൾ റവയും ഒന്ന് തരിതരിയനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഈ പാത്രത്തിൽ ഇത് രണ്ടും പാടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു 1/2 കപ്പ് കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് ഉണ്ടാക്കാൻ പുളിയുള്ള തൈരാണ് നല്ലത് കേട്ടോ മക്കളെ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഇതിൽ നമുക്കിനി ഒരു 1/2 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി എല്ലാം ഇളക്കി കലക്കി വെക്കാം നമുക്ക്, കട്ടയൊന്നുമില്ലാതെ. ഇപ്പം എല്ലാം അത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇന്നിലേനി 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കടലപ്പരിപ്പ്, 1 ടീസ്പൂണ് ഉഴുന്നും പരിപ്പിട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. രസം ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് കൂടി ഒന്ന് പൊരിഞ്ഞ് വരട്ടെ. അണ്ടിപ്പരിപ്പ് കൂടി ഒന്ന് പൊരിഞ്ഞ് വന്നാൽ നമുക്ക് ഈ പച്ചക്കറികളൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ബീൻസ്, 1/4 കപ്പ് ക്യാരറ്റ്, ചെറുതായിട്ട് അരിഞ്ഞ 2 പച്ചമുളക്, പിന്നെ കുനുകുന അരിഞ്ഞ ഇഞ്ചി ലേസം, ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങ, ഇതൊക്കെ പാടെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് ഇതേപോലെ വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ പച്ചക്കറി ഇട്ടത് ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് പച്ചക്കറി ഇഷ്ടമോ അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാം. ഇതിപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ഇപ്പം നമ്മുടെ മാവ് കലക്കി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാറാൻ വെച്ച പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുനുകുന അരിഞ്ഞ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
നമ്മളിതിൽ ഉപ്പൊന്നും ഇതേവരെ ഇട്ടിട്ടില്ല, പച്ചക്കറിയിലൊന്നും ഇട്ടിട്ടില്ല. ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കലക്കി ഒന്ന് എല്ലാം പാടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്കിപ്പം ഞാൻ ഒഴിച്ച വെള്ളം കറക്റ്റാണ്. ഇനിയിപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെള്ളം കുറച്ച് കട്ടിയായിട്ട് മുറ്റം തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് ഇളക്കിയാൽ മതി കേട്ടോ. നോക്കി ഒഴിക്കണേ, വെള്ളം കൂടി പോവാതെ. ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലി തട്ടുകളിൽ ലേശം എണ്ണ പുരട്ടി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ തിളച്ച് കണ്ട് ആവി വരാൻ തുടങ്ങി. ഇപ്പം നമ്മളെ ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ പുരട്ടി റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇനി നമുക്ക് എടുക്കാം. എടുത്തിട്ട് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം. ഇതൊന്ന് ചൂടാറിയിട്ട് വേണം എടുക്കാൻ കേട്ടോ മക്കളെ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. ഒന്ന് ചൂടാറിട്ട് മക്കളെ. ഇത് കണ്ടില്ലേ നമ്മളെ ഇഡ്ഡലി, പഞ്ഞി പോലത്തെ ഇഡ്ഡലി. ഒന്നെടുത്ത് പൊടിച്ച് കാണിക്കാം. കണ്ടില്ലേ, കൈ വെക്കുമ്പോഴത്തേക്ക് പൊടിഞ്ഞു വന്ന്. ഇതാണ് നമ്മുടെ ഓൾസ് കൊണ്ടുള്ള ഇഡ്ഡലി. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങാ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് മുക്കി കഴിച്ചാലുണ്ടല്ലോ എന്ത് ടേസ്റ്റായിരിക്കും വെച്ചിട്ടാ. അങ്ങനെ നമ്മുടെ ഓൾസ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വലിയ പണിയൊന്നുമില്ല, സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.